ആണ് 2-3 പടം അടുപ്പിച്ച് പരാജയപ്പെട്ട ആൾക്കാർ പൈസ ഉറക്കുന്നില്ല, ഓൾറെഡി പരാജയപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, അയാളെടുത്ത് നീ വീണ്ടും പോയിട്ട് അതേ സംഘടനയിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു പടം 100 കോടി അടിച്ചാൽ അത്രയ്ക്ക് കൊടുക്കുന്നുണ്ടോ? അത് അവനറിയാം, അവൻ പൊട്ടനല്ലല്ലോ. പൊട്ടനല്ലോ. പക്ഷെ ഇപ്പൊ രജനീകാന്തൊക്കെ സത്യം പറഞ്ഞ ഒരു 200 കോടിയുടെ ഒരു ചിത്രം ചെയ്ത് വേറെ ഇൻഡസ്ട്രീനെ പറ്റി വിട്ടേക്കും. നമ്മൾ പറഞ്ഞാൽ അറിയാലോ. പക്ഷേ ഇവനും എനിക്കും നിനക്കും കൂടെ ഇരുന്ന് രജനീകാന്തിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ്. അതെന്നും കിട്ടും. അവിടുന്ന് വേണം തെറി കെട്ടി. എന്റെ അച്ഛന്റെ കൂട്ടുകാരനാണ് രജനി സാർ, അങ്കിൾ, രജനി അങ്കിൾ. അത് ബന്ധമുണ്ട്. ഓ, എന്ന് കളിച്ചോളൂ. ഞാന് മേഘം എന്ന് പറഞ്ഞ പടത്തിലാന്ന് തോന്നുന്നു, ഇവര് ഉണ്ണാണ്, സദ്യ ഉണ്ണാണ്. അപ്പൊ ഒരു 4 ഇല അപ്പുറത്ത് ഹനീഫൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോ ഹനീഫൊക്കെ ഉരുട്ടിയിട്ട് മണത്ത് നോക്കിയിട്ട് തിരിച്ചു വെക്കും എല്ലാ ഉരുളയും ബാക്കിൽ ചെയ്യുന്നത്. ഈ ബാക്കിൽ കളി ഇവരുടെ അദ്ദേഹം അതിന്റെ ഉസ്താദാ. പട്ടണത്തിൽ സുന്ദരിലൊക്കെ ഒരു സീനുണ്ട് കൂടാതെ എല്ലാത്തിനും റിയാക്ഷൻ ഇടാനും പോകാനും ആയിട്ടുള്ള ആസിഫ് നമുക്ക് കെട്ടിയോളാണ് തുടങ്ങിയ എഫേർട്ട് ഇടല്ല. എനിക്കറിയാം, ഓമനക്കുട്ടൻ തൊട്ട് എഫേർട്ടും അതിന് ഫോക്കസും കോൺസെൻട്രേഷനും ഒക്കെ കൊടുത്തിട്ട് എനിക്ക് പെട്ടെന്ന് ആസിഫ് അലി അല്ലാന്ന് തോന്നിയത് തീർച്ചയായും. ആപ്പ് കൈസേ ഹോ എന്താണ് ആപ്പ്? ആപ്പ് ആ ടൈറ്റിലുണ്ട്. ആപ്പ് മറ്റ് 2 രീതിയിൽ എടുക്കാം. ഒന്ന്, ഇതിലുള്ള ഒരാള് മെയിൻ ക്യാരക്ടർ, ഒരാള് ഹിന്ദി പറയുന്ന ആളാണ് കഥാപാത്രം. പിന്നെ മറ്റേ കൊളോക്കിലി ആപ്പ് പറയുന്ന ആപ്പും വല്ലാത്ത ആപ്പാ എനിക്കിട്ട് വെച്ചെന്നൊക്കെ പറയുമല്ലോ. ആ ആപ്പ് രണ്ടർത്ഥത്തിലും ഏതെടുത്താലും കഥയുമായിട്ട് യോജിക്കും. ഒരു ധ്യാൻ ശ്രീനിവാസൻ സ്ക്രിപ്റ്റ് എഴുതുന്നു എന്ന് പറയുന്നതായിരുന്നു. ഇപ്പൊ നമുക്കറിയാം, മലയാളത്തില് പല ഡയറക്ടേഴ്സും ഒരു കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ MDയുടെ സ്ക്രിപ്റ്റ് വേണം, ഇല്ലെങ്കിൽ ശ്രീനിവാസന്റെ സ്ക്രിപ്റ്റ് വേണം. എങ്കിൽ ഇപ്പൊ ലാൽ ജോസൊക്കെ അങ്ങനെ ഒരു അഭിപ്രായം ഡയറക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അഭിപ്രായപ്പെട്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് വേണം എന്ന് പറയുന്നത്. അപ്പം അതോടൊപ്പം തന്നെ ഇപ്പം പിഷാരടി ചേട്ടൻ തന്നെ പറഞ്ഞു, മമ്മൂക്കാനെയൊക്കെ അടുത്ത് കിട്ടാൻ നേരത്തെ ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇദ്ദേഹം നടന്ന് ജീവിച്ച കുറെ വഴികളിലെ കുറെ അനുഭവങ്ങൾ പങ്കുവെക്കുക, അതാണ് എൻ്റെ ഏറ്റവും ത്രില്ലെന്ന് മുമ്പ് ഒരു ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ശ്രീനേട്ടനെ പോലെ ഒരു ലെജൻഡിനെ അടുത്ത് കിട്ടാൻ നേരത്ത് എങ്ങനെയായിരുന്നു ധ്യാൻ എന്നൊരു റൈറ്റർ യൂസ് ചെയ്തത്? അങ്ങനെ നമുക്കിപ്പോൾ പുള്ളി ഇവരൊക്കെ കണ്ട പോലെയൊക്കെ തന്നെയാണ് നമ്മളും അച്ഛൻ്റെ സിനിമകളെ കണ്ടത്. ആസ് എൻ ഓഡിയൻ അടുത്ത് നിന്ന് ഇൻട്രാക്ഷനിലൊന്നും തന്നെ ഞങ്ങൾ പൊതുവെ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെ വിരളമാണ്, സംസാരിക്കുന്നത് തന്നെ വളരെ കുറവാണ്. അച്ഛൻ അന്നും ഇന്നും ഞങ്ങളോട് സംസാരിച്ചിരുന്നത് കുറേ ആൾക്കാരെ പറ്റിയിട്ടാണ്, കുറേ മനുഷ്യന്മാരൊക്കെ, പുള്ളി കണ്ട ആൾക്കാർ, പുള്ളി കണ്ട കുറേ ട്രാവൽ ചെയ്ത സ്ഥലങ്ങളെക്കുറിച്ചും യാത്ര ചെയ്തതും സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നത് വളരെ കുറവാണ്. അതിൽ സംസാരിച്ചിട്ടുള്ളത് ഒരു സമയം, ഒരു 1-2 വർഷം എനിക്ക് തോന്നുന്നു ഞങ്ങൾ സിനിമയെക്കുറിച്ച് സംസാരിച്ചൊരു സമയം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ DTP എടുത്തിട്ടുണ്ട് പുള്ളിയുടെ സ്ക്രിപ്റ്റുകൾ. ഓക്കെ, കഥ പറയുമ്പോഴേക്ക് സ്ക്രിപ്റ്റ് ഞാൻ DTP എടുത്തിട്ടുണ്ട്. അന്നാണ് ഞാൻ, അതിനു മുന്നേ പുള്ളിയുടെ സിനിമകളും സ്ക്രിപ്റ്റുകളൊക്കെ ചില സാധനങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ശ്യാമള പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കോപ്പി കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, സിനിമയെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ഇതൊരു സീസൺ മാത്രം സീസണിൽ മാത്രം സംഭവിച്ചതെന്ന് വെച്ചാൽ എൻ്റെ ഒരു 9-10+1 സമയം തൊട്ട് ഒരു കോളേജ് സമയം, ആ സമയത്താണ് പുള്ളി ഏറ്റവും കൂടുതൽ നമ്മുടെ കൂടെ സമയം ചെലവഴിച്ചത്. അപ്പോൾ ആ 10th 11th 12th പിന്നെ ഫസ്റ്റ് ഇയറിന് തുടക്കം. അപ്പോൾ ആ സമയത്ത് പുള്ളി സംസാരിച്ച DTP എടുക്കാൻ, അന്നൊക്കെയാണ് നമുക്ക് പുള്ളിയുടെ എഴുതുന്ന രീതികൾ, അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു കൈയക്ഷരം, ഇതൊന്നും വായിക്കാൻ പഴയ കാലത്തെ ലിപിയും എഴുത്തിൻ്റെ ഇതൊക്കെയാണ് പിടിച്ചെടുക്കാനൊക്കെ വലിയ പണിയാ. അപ്പൊ അത് അപ്പോ അങ്ങനെയൊക്കെ പുള്ളിയുടെ കഥകൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ അപ്പോഴൊക്കെ ഞാൻ കഥ പറയുമ്പോഴുള്ള കഥ ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്കൊരിക്കലും കഥ പറയുമ്പോഴുള്ള സിനിമ കണ്ടപ്പോ എനിക്ക് ഫസ്റ്റ് ഹാഫിൽ അതിന്റെ എഡിറ്റ് കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ ഡബ് ചെയ്യാത്തൊരു ഡബ് കട്ടാണ് കണ്ടത്. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞു സിനിമ സൂപ്പർ ഹിറ്റ് ആയിരിക്കും. പിന്നെ ഞാൻ തിയേറ്ററിൽ കാണുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, കാരണം ഡബ് എന്താണ്, സൗണ്ട് എന്താണെന്ന് നമുക്ക് അന്നറിയില്ല, സൗണ്ടിന് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും, ഡബ് ചെയ്യാത്തൊരു റഫ് കട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോഴാണ് നമ്മൾ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ, പുള്ളി എന്തായാലും എന്തൊരു വിഷണറി ആയിരിക്കും, പുള്ളി ഏത് രീതിയിലായിരിക്കും ആ സിനിമയെ കണ്ടിട്ടുണ്ടാവുക. പുള്ളി മര്യാദക്ക് എഴുതിയ ഒരു സീൻ, ക്ലൈമാക്സിലുള്ള സീൻ മാത്രമാണ് പുള്ളി വൃത്തിക്ക് എഴുതിയതെന്ന് എന്നോട് പറഞ്ഞു.
ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡയലോഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് 5ാം ക്ലാസ് കുട്ടിക്ക് വരുന്ന മനസ്സിലാവുന്ന മലയാളത്തിൽ എല്ലാവർക്കും കണക്ട് ആവുന്നു. ചെറിയ കുട്ടികൾ വരെ ഞാൻ ഇരുന്ന് കാണുമ്പോൾ തിയേറ്ററിലുള്ള മമ്മൂക്കയുടെ ആ സീൻ വന്നപ്പോൾ എല്ലാവരും ഇതിന് കരയുന്നതാണ്. അപ്പൊ എനിക്കൊരു എങ്ങനെയാണ് പുള്ളി ഇങ്ങനെ ഒരാള് തലയിലൂടെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, എന്തൊരു വിഷനായിരിക്കും, അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ പുള്ളി ഒരിക്കലും ഞങ്ങൾ ഇതിലോട്ടൊന്നും വരുന്നോ അല്ലെ നമ്മൾ ഇതിലോട്ട് ഇങ്ങനെ ഒരു സിനിമ മേഖലയിലോട്ട് വരുന്ന പുള്ളി ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ പൊടിക്കൈകളോ അല്ലെങ്കിൽ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡൈസെക്ട് ചെയ്തിട്ട് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഇങ്ങനെയാണ് അങ്ങനെയൊന്നും പുള്ളി നമുക്ക് പറഞ്ഞു തന്നിട്ടൊന്നുമില്ല. പുള്ളിയുടെ അനുഭവങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള സംഭവങ്ങൾ, മനുഷ്യന്മാരെ കുറിച്ചും ആൾക്കാരെ കുറിച്ചും ചില സമയങ്ങളിൽ ഈ സിനിമയുടെ ചർച്ചകൾ ഒഴിച്ചു കഴിഞ്ഞാൽ പ്രിവ്യൂ കാണലും, പടം ഇറങ്ങുന്നതിന് മുന്നേ അന്ന് പ്രിവ്യൂ കാണൽ പരിപാടിയുണ്ട് ചെന്നൈയിലൊക്കെ. അത്തരത്തിൽ ഒരുപാട് സിനിമകളുടെ പ്രിവ്യൂ കണ്ടിട്ടുണ്ട്. അന്നൊക്കെ വന്നിട്ട് വൈകുന്നേരങ്ങളിൽ ചിലപ്പോൾ പുള്ളി ചോദിക്കുന്നത് നിനക്ക് ഇഷ്ടമായോ, എന്താണ് നിനക്ക് തോന്നിയെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോഴൊക്കെ നമുക്ക് പുള്ളി അതിന്റെ തെറ്റ് കുറ്റങ്ങൾ ഇതിൽ ആ ഏരിയയിലൊക്കെ തെറ്റുകുറ്റങ്ങളല്ല, എല്ലാ സ്ക്രിപ്റ്റിലും ഒരു ഫ്ലോ ഉണ്ടാവുമല്ലോ, അത്തരത്തിലുള്ള ഫ്ലോസ് ഒക്കെ പുള്ളി നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. ഇതൊരു സീസണിൽ മാത്രം നിന്നിരുന്നൊരു ബന്ധവും ചർച്ചകളും മാത്രം. അപ്പൊ അത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ കോളേജിൽ പഠിക്കുന്ന അന്ന് ഞാൻ സിനിമയെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല എന്നതല്ല. പിന്നെ പുള്ളി ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം ഇന്നേ വരെ പുള്ളിയുടെ അടുത്ത് ഞാൻ എഴുതിയൊരു സാധനം കൊണ്ട് കൊടുത്തിട്ടുമില്ല, വായിക്കാൻ വേണ്ടി ഇതാക്കിയിട്ടുമില്ല. കാരണം ഒന്നും കൊണ്ടല്ല, പിന്നീട് വന്നപ്പോഴേക്കും നമ്മൾ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ കുറഞ്ഞു സിനിമയെക്കുറിച്ച്. ഞാൻ പിന്നെ വർഷങ്ങൾക്ക് ശേഷം പുള്ളിയുടെ അടുത്ത് കഥ പറയുന്നത് എനിക്ക് തോന്നുന്നു ഇതായിരിക്കും, ഈ സിനിമയെ പറ്റി. പിന്നെ കുറച്ച് ലവ് ആക്ഷനിലെ പുള്ളി വന്നിട്ട് അഭിനയിച്ചു. പക്ഷെ ഞാൻ കഥയൊന്നും പറഞ്ഞിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു കുറച്ച് ദിവസത്തെ പരിപാടിയേ ഉള്ളൂ, ഒന്ന് വന്ന് സഹകരിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പുള്ളി വരാമെന്ന് പറഞ്ഞു. ഇതാണ് ഞാൻ ആക്ച്വലി കഥ പറയുന്നത്. ഇത് കഥ പറയുമ്പോൾ പുള്ളി പറഞ്ഞു ഒരു ഇൻസിഡന്റ് രസമുണ്ട്, നീ പറഞ്ഞാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അവസാനത്തെ അച്ഛൻ്റെ റോള് 2 ദിവസത്തേക്ക് പറഞ്ഞു. പുള്ളി വന്നു. അപ്പം ഇത് ചിരിച്ചു കുറച്ച്, ഇതിലുള്ള ഇൻസിഡൻസും ഈ ശരിക്കുള്ള റിയൽ ലൈഫ് ഇൻസിഡന്റ് ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അത് കേട്ടപ്പോൾ പുള്ളി കുറച്ച് നേരം ചിരിച്ചു, ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ കുട്ടി കൂട്ടുകാരൻ എവിടെയുണ്ടെന്നൊക്കെ ചോദിച്ചു, അന്വേഷിച്ചു, അത്രേ ഉള്ളൂ. അത് ചെയ്യണ്ട, അല്ലെങ്കിൽ പുള്ളി മുളയിലെ ഇതിനൊരു സാധ്യതയില്ല, സിനിമയാക്കാനുള്ള ഒന്നുമില്ല. കാരണം അങ്ങനെ പറയാനേ സാധ്യതയുള്ളൂ. കാരണം ഇത് ഒറ്റ രാത്രി നടന്ന കഥയാണ്. ഇത് ഒറ്റ രാത്രി നടന്ന കഥകളൊന്നും തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് നേരത്തെ പറഞ്ഞ പോലെ വലിയ സ്കെയിലുള്ള സിനിമയല്ല, കുഞ്ഞു സിനിമയാണ്. ഒരൊറ്റ ഇൻസിഡന്റിനെ, സിംഗിൾ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടാണ് സിനിമ പോകുന്നത്. പുള്ളി ചിലപ്പോ പറഞ്ഞേ ഈ വിനീതേട്ടനൊക്കെ ബേസിക്കലി സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ശ്രീനേട്ടന് കൊണ്ട് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ധൈര്യം കാണിച്ചിട്ടില്ലേ ഇത്? അല്ല, ഞാൻ അങ്ങനെ ഇതൊരു സ്ക്രിപ്റ്റ് ആയിട്ട് ഇതുവരെ ഒരു സാധനം ഞാൻ ബൗണ്ടഡ് സ്ക്രിപ്റ്റ് ആയിട്ട് പോയ സിനിമകളൊന്നുമില്ല. എല്ലാം ലൊക്കേഷൻ ഓൺ ലൊക്കേഷൻ ഒക്കെ എഴുതിയിരുന്നത്. ഏട്ടൻ ഇപ്പോൾ പൊതുവെ പുള്ളി ഫുൾ സ്ക്രിപ്റ്റ് എഴുതി അത് തിരുത്താൻ തീരെ ഇംപ്രവൈസ് ചെയ്യാൻ പോലും ആക്കാത്ത രീതിയിലാണ് പുള്ളി സ്ക്രിപ്റ്റ് എഴുതിയിട്ട് വർഷങ്ങൾക്ക് ശേഷം ആയിക്കോട്ടെ. ഞാൻ അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. ഞാൻ എൻ്റെ കൂടെ ആക്ടേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവരുടെ ഒരു ഫ്രീഡം, അല്ലെങ്കിൽ അവർക്ക് എന്താണോ ആ സമയത്ത് പറയാൻ തോന്നുന്നത് അത് നല്ലതാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് അവരുടെയൊക്കെ ഇൻപുട്സ് വെച്ചിട്ടാണ്. പുള്ളി സാധാരണ നമ്മൾക്ക് ആ ഫ്രീഡം തരാറില്ല പൊതുവെ. അജുവേട്ടനായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ആക്ടേഴ്സിന് അത്തരത്തിൽ പുള്ളിയുടെ ഡയലോഗുകൾ തിരുത്താനോ മാറ്റാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫ്രീഡം പുള്ളിയുടെ സെറ്റിലില്ല. കാരണം എഴുതി വെച്ചൊരു സാധനം. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ അടുത്ത് പുള്ളി എഴുതിയ 1-2 സ്ക്രിപ്റ്റുകളൊക്കെ വായിക്കാൻ, എനിക്കൊന്ന് ജേക്കബ് തട്ടം അവർ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്, അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നല്ലാതെ ഇപ്പൊ ഹൃദയം വർഷങ്ങൾക്ക് ശേഷമൊന്നും അച്ഛൻ്റെ അടുത്തേക്ക് ഏട്ടൻ കൊണ്ടുപോയി വായിക്കാൻ കൊടുത്തിട്ടില്ല. ചേട്ടാ, ഇപ്പം ബേസിക്കലി നമ്മള് കാണാൻ നേരത്ത് ഇപ്പം രമേശ് ചേട്ടൻ ചെയ്യുന്ന സ്കിറ്റുകളിലടക്കം ഒരു ടെക്നോളജിയും കൂടെ യൂസ് ചെയ്തിട്ടാണ്. ട്രംപിനെ കാണിച്ച ഐറ്റംസിലൊക്കെ ആണെങ്കിൽ ഞാൻ അതൊക്കെ 10 കൊല്ലെങ്കിലേ ഇന്ന് റീൽസുകളിലൂടെ നമ്മൾ പൊട്ടിച്ചിരിക്കുന്ന പല സന്ദർഭങ്ങളും കണ്ടിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കമന്റ്സ് പോലും യഥാർത്ഥത്തിൽ പ്രേക്ഷകരുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്ന തരത്തിലാണ്. നമ്മളെല്ലാരും ട്രോൾസ് അടക്കം ഈ പറഞ്ഞുള്ള കോമഡി കാണുന്ന വീഡിയോയോട് നമുക്കുള്ള അഭിപ്രായത്തോട് യോജിക്കുന്ന കമന്റുകൾ ഉണ്ടോ എന്ന് അറിയേണ്ടത്. നമ്മുടെ അഭിപ്രായം അത് ഫിക്സ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് സ്വന്തമായിട്ട് അഭിപ്രായം പറയാൻ മാത്രം തലമുണ്ടാക്കേണ്ട വീഡിയോസ് ഒന്നും ഇതിനകത്തില്ലല്ലോ. നമുക്ക് പറയാനുള്ള അഭിപ്രായത്തോട് യോജിക്കുന്ന ആളുകൾ ഇതിലുണ്ടോ എന്ന് നോക്കാൻ ആൾക്കാർ കൂടുതലും കമന്റ് നോക്കുന്നത്. പറഞ്ഞു. അതോടൊപ്പം ഞാൻ ഉദ്ദേശിച്ചെന്ന് പറയുന്നത്, ഒരു സ്കിറ്റ് ചെയ്യുമ്പോൾ പോലും ഇതേപോലെ അഡ്വാൻസ്ഡ് ആകണം എന്നുള്ളത് ബോധപൂർവ്വം എടുക്കുന്ന തീരുമാനം അന്നായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞില്ല, ട്രംപ് ചെയ്തിട്ട് 10 കൊല്ലമായി. അതിനു മുമ്പ് ഡയലോഗുകൾ വെച്ചിട്ടുള്ള പാട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് ബ്രഹ്മയുഗത്തിൽ മാംകോയൊക്കെ അഭിനയിച്ച ഒരു സാധനം കണ്ടു. ഒരു ഓടി വന്ന് കയറി വന്ന് സിനിമയ്ക്കകത്ത് ഞാനത് ബാഹുബലിയിലും ടൈറ്റാനിക്കിലും മണിച്ചിത്രത്താഴിലൊക്കെ ഞാൻ കയറി അഭിനയിക്കുന്നതായിട്ട് അങ്ങനെയുള്ള പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള പരിപാടികൾ അത് ആക്റ്റീവായിട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അത് അത്രയും ഫ്രീക്വന്റ് ആയിട്ട്
കോവിഡാനന്തരം ചെയ്യുന്നില്ല, മറ്റു തിരക്കുകളിലോട്ട് വേറെ തിരക്കുകളിലും സിനിമയുടെ പുറകെയൊക്കെ നിൽക്കുന്നതുകൊണ്ട് ചെയ്യുന്നില്ല. പക്ഷെ അത് ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിരിക്കണം എപ്പോഴും സാധനങ്ങൾ. അത് കണ്ടാൽ മനസ്സിലാവുന്ന ടെക്നിക്സ് ആയിരിക്കണം, സിമ്പിളും ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം, ആളുകൾക്ക് കണക്ട് ചെയ്യണം, നമ്മുടെ പർപ്പസ് സേവ് ചെയ്യണം, അങ്ങനെയൊക്കെ. ഈ സിനിമയിൽ പറയുമ്പം അഖിൽ ജോർജ് ആണ് ക്യാമറ. അഖില് 2018 ഇപ്പം നമ്മുടെ ഐഡന്റിറ്റി ഇപ്പൊ ബ്രോമൻസ് അവനാണെന്ന് തോന്നുന്നു. ബ്രോമൻസ് ഒക്കെ അപ്പോൾ നല്ല ഏറ്റവും പുതിയ നല്ല തിരക്കുള്ള ക്യാമറമാരിൽ ഒരാളാണ് അഖില്. 18 അത്രയും ടെക്നിക്കൽ പെർഫെക്ഷൻ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം ഇതിന്റെ വ്യത്യാസങ്ങൾ നോക്കാം. അത്രയും വ്യത്യാസങ്ങളുള്ള സിനിമകൾ DOP ചെയ്തിട്ടുള്ള അഖിലുണ്ട്. ധ്യാൻ അത്യാവശ്യം നന്നായി തിരക്കഥ എഴുതിയിട്ടുണ്ട്. വിനയ് ഒരുപാട് പടങ്ങളിൽ അസിസ്റ്റന്റ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഡയറക്ടറുണ്ട്. പിന്നെ മൊത്തത്തിലുള്ള പരിപാടികൾ വളരെ നല്ലതാണ്. ഈ ഞാൻ ടെക്നിക്കാലിറ്റിനെ പറ്റി ചോദിച്ചുകൊണ്ട് അതിനെ പറ്റി പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. സിനിമയ്ക്കും എപ്പോഴും കാലോചിതമായ ടെക്നിക്കാലിറ്റി ആവശ്യമായിട്ടുള്ള ഒരു ഫീൽഡ് തന്നെയാണ്. ഞാൻ ഈ അടുത്ത ഇടയ്ക്ക് കുഞ്ഞിരാമേണ ഒന്നും കൂടെ ഇരുന്നിട്ട് ഒരാഴ്ചക്ക് മുമ്പൊക്കെ ഇരുന്ന് കണ്ടിരുന്നു. അന്ന് എനിക്ക് ഫീൽ ചെയ്യുന്ന പറയുന്നത് ഇപ്പം അജി ചേട്ടൻ ചെയ്യുന്ന ചില ക്യാരക്ടേഴ്സിൻ്റെ അകത്ത് ചില ഡീറ്റെയിലിംഗ് ഉണ്ടല്ലോ. ഇപ്പൊ ശബ്ദത്തിലാണെങ്കിലും ലുക്കിലൊക്കെ ആണെങ്കിൽ തന്നെയും ഇപ്പൊ നമ്മൾ മമ്മൂക്കാനെ കുറിച്ച് ബോധപൂർവ്വം പറയുന്ന സംഗതി ഉണ്ടല്ലോ, ഓരോ ക്യാരക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു വ്യത്യാസം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ പോലെ അജിച്ചേട്ടൻ്റെ ബേസിക്കലി ക്യാരക്ടേഴ്സിൽ ഈ പറഞ്ഞ ലുക്കിലും ഒരു നടപ്പിലും ഇരിപ്പിലൊക്കെ ഒരു ബോധപൂർവമായിട്ടുള്ളൊരു ചിലപ്പം സ്ലാപ്സ്റ്റിക് ആണെങ്കിൽ അത് ഇച്ചിരി ഓവറായിട്ട് ചെയ്യുക, അത്തരത്തിലുള്ളൊരു ബോധപൂർവമായിട്ടുള്ള തീരുമാനം എപ്പോഴും എടുക്കാറുണ്ടോ? ലുക്കിൽ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഡയറക്ടേഴ്സിൻ്റെ ബോഡി ലാംഗ്വേജ് പറഞ്ഞതുകൊണ്ട് ആ ഡയറക്ടേഴ്സിൻ്റെ കോൺട്രിബ്യൂഷനായിട്ട് എനിക്കങ്ങനെ മാറ്റാൻ പറ്റിയിട്ടില്ല ഇന്ന് വരെ. കാര്യം അതൊരു കൺസിസ്റ്റൻ്റ് ആക്റ്റാണ്. ഓരോ ഷോട്ടിനും ആ നടൻ്റെ മമ്മൂക്ക ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, അത് കറക്റ്റാണത്. അദ്ദേഹം പറഞ്ഞ അതിൻ്റെ ആ ബ്ലഡ് പ്രഷർ, ഇൻ്റലിജൻസ് എല്ലാം ആ ക്യാരക്ടറിൻ്റെ ഫീൽ ചെയ്യുമ്പോൾ ബോഡി ലാംഗ്വേജ് മാറിക്കൊള്ളുന്നു. അതൊരു വലിയ മെഡിറ്റേഷനാണ്. അത് എനിക്കത് ഇന്ന് വരെ അതിലോട്ട് ശ്രമിക്കാൻ ആഗ്രഹമുണ്ട്, അങ്ങനെ ചെയ്യാൻ പറ്റണമെന്ന്. പക്ഷെ ലുക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ലുക്ക് സെറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് കണ്ണാടിയിൽ നോക്കാൻ നേരത്ത് ആ കഥാപാത്രമായിട്ട് തോന്നാറുണ്ടോ? ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമുക്ക് എന്തെങ്കിലും രീതിയിലൊരു ഈ പറഞ്ഞ പോലത്തെ സിനിമകളിലൊക്കെ നമ്മളുടെ രൂപ ഇച്ചിരി കാരിക്കേച്ചറിഷ് ആണല്ലോ, അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യാം. ഇത് ആദ്യം ചെയ്യുമ്പോൾ നമുക്കൊരു ശ്രമകരമായ ജോലിയാണ്. ആദ്യം നീ ഡ്രൈവിംഗ് പഠിക്കുന്ന പോലെ ഡ്രൈവിംഗ് പഠിച്ചെടുത്തോണ്ട് പോകുമ്പോൾ എതിരെ വണ്ടി വരുമ്പോൾ പേടിച്ചു റോട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങിപ്പോവും. ഇത്ര കൈ താഴെ 3 കോലുണ്ട്, 2 കാലേ ഉള്ളൂ, കയറ് എല്ലാം കൂടെ എങ്ങനെ പോകുന്നു. കുറച്ച് കഴിയുമ്പം മെസ്സേജ് അയച്ചുകൊണ്ടും ഭക്ഷണം കഴിച്ചുകൊണ്ടും ഒറ്റ കൈ കൊണ്ടും ഒക്കെ പോകാൻ പറ്റും. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട്. അപ്പം നിങ്ങൾ ഈ മമ്മൂക്കയുടെ ഉദാഹരണം പറഞ്ഞു, ഇവർക്ക് ഇപ്പം ഇതൊരു സ്ട്രെയിനുള്ള വർക്കല്ല. ഇവര് പോലും ചെയ്ത് എന്താന്ന് ചിലപ്പം സ്ക്രീനിൽ കാണുമ്പോഴാണ് പിന്നെ ആലോചിക്കുന്നത്. അത്രയും ഇനങ്ങള് ഇതില്ലാണ്ട് വരും. ഞാൻ ഈ റോഷാക്കൊക്കെ നടക്കുന്ന സമയത്ത് പല സന്ദർഭങ്ങളിൽ നടക്കുമ്പോൾ തൃക്കാക്കൊരു ഉപതെരഞ്ഞെടുപ്പൊക്കെ നടക്കുക, ഇതിന്റെ റിസൾട്ട് ഇരുന്ന പൊളിറ്റിക്സ് സാധനങ്ങളൊക്കെ തർക്കിച്ചിട്ട് ഇങ്ങനെ ഷോട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മളങ്ങ് മാറിയിരിക്കും. അദ്ദേഹം കാറ് ചാരി ഇരുന്ന് അഭിനയിച്ചു, കട്ടെന്ന് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഇത്ര സ്പീഡിൽ സ്വിച്ച് ചെയ്തിട്ടാണ് ഈ റോഷാക്കിലേക്ക് ക്യാരക്ടർ അതുപോലെ മുഴുവൻ ഇവര് പിടിക്കുന്നത്. അതൊരു എക്സ്പീരിയൻസ് കൊണ്ട് വരുന്ന നീ അതില് പറ്റില്ല, എക്സ്പീരിയൻസിലായത് വരുന്നത്. കുറെ ചെയ്ത് കഴിയുമ്പം ആസിഫ് നമുക്ക് കെട്ടിയോളാണ് തുടങ്ങിയ എഫേർട്ടഡ് അല്ല, എനിക്കറിയാം. അത് ഓമനക്കുട്ടൻ തൊട്ട് എഫേർട്ടും അതിന് ഫോക്കസും കോൺസെൻട്രേഷനും ഒക്കെ കൊടുത്തിട്ട് എനിക്ക് പെട്ടെന്ന് ആസിഫ് അലി അല്ലാന്ന് തോന്നിയത് തീർച്ചയായും ആ ഒരു ഇമേജും അത് കൺവിൻസ് ചെയ്യുന്നുണ്ട്. ഒരു ഇമേജ് രൂപം മാത്രം മാറുകയല്ലല്ലോ. നമുക്ക് അയാൾ വരുമ്പോ ഞാൻ ആ സെറ്റിൽ പോയ ആളാണ്, ഞാൻ ആ സെറ്റിൽ പോയി ഞാൻ ആസിയെ കാണാൻ വേണ്ടി പോവാന്ന് വെച്ച് പോയി. വൈകിട്ട് നടന്നു വന്നപ്പോ എനിക്ക് ആദ്യമായിട്ട് വേറെ എന്തോ ഫീൽ ചെയ്തു. അതായത് അത് അയാൾക്ക് ജയേട്ടൻ സുധീപ് വാൽമീകം എളുപ്പമല്ല. ഇപ്പൊ ആ ആട് ചെയ്യുന്ന ആള് സുധീപ് വാൽമീകം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, യോബ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിന് ഭയങ്കര ബോഡി ലാംഗ്വേജ് ഷിഫ്റ്റും ഉണ്ടല്ലോ. ശ്രമിച്ച് പറ്റുന്നതാണ് ഇവരൊക്കെ നമ്മളെ എനിക്കൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ പറയുന്നതായിരിക്കും. എന്നാലും അത് ഭയങ്കര രസമാണ് അങ്ങനെ സ്ക്രീനിൽ ആവുന്നവരെ കാണാൻ. അതാണ് നമ്മളും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഓരോ ദിവസം അങ്ങനെ ചെയ്യണമെന്നല്ല, മോസ്റ്റ് കൺവിൻസിങ് ആകുക, ആ ക്യാരക്ടറായിട്ട് കൺവിൻസിങ് ആകുക എന്നുള്ളതുണ്ടല്ലോ. അതൊരു നടൻ ഒരിക്കലും പൂർണ്ണമായും തൃപ്തിപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു നടന് സ്റ്റിൽ വിൽ ബി ലൈക്ക് അതിൻ്റെ ഒരു ഇനിയും എങ്ങനെ ബെറ്റർ ആക്കാന്നുള്ളൊരു തോട്ടം ഉണ്ടാവും.
പുതുക്കിക്കൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും. ഈ ടോണി ആദ്യമായിട്ടാണോ ധ്യാനുമായിട്ട് വർക്ക് ചെയ്യുന്നത്? എങ്ങനെ ഉണ്ടായിരുന്നു? 4ാമത്തെ പടമാണ്, തുടങ്ങിയതേ ഉള്ളൂ. ധനചേട്ടനായിട്ട് ഫസ്റ്റ് പടം. എങ്ങനെ ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റ് റീഡിങ് സെക്ഷനൊക്കെ? ഇല്ല, ഞാൻ നേരത്തെ നമ്മളെ കഥ ഡിസ്കസ് ചെയ്യായിരുന്നു. വൺ ലൈൻ പറയും, ആ ഒരു ഫുൾ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം വെച്ചിട്ടല്ല ഷൂട്ട് ചെയ്ത്. നമ്മളൊരു സീൻ ഓർഡർ ഉണ്ടായിരുന്നു, ഒരു സാധനം വെച്ചു, സീനുകളൊക്കെ അപ്പൊ തന്നെ അപ്പൊ ബേസിക്കലി ആ സീൻ ഒരു പ്ലേ ഉണ്ടാവുമല്ലോ. അതായത് ഈ ഒരു നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള പോലെ തന്നെ മൈന്യൂട്ടായിട്ട് ബാക്കിൽ നിൽക്കുന്നവർക്കും ചെയ്യാൻ എന്തെങ്കിലും കാണും. മൃഗയില് നമുക്ക് വന്നിട്ട് ഷാപ്പിലിരിക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ. ഷാപ്പിലിരുന്നിട്ട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കള്ളു കുടിക്കുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈ കഴിച്ച ഇത് ടച്ചിൻസ് എടുത്ത കൈ കൊണ്ട് തന്നെ ബേസിക്കലി ആ ഗ്ലാസ്സിലിട്ടിട്ട് കഴുകിയിട്ട് ലാസ്റ്റ് അത് കുടിക്കും. അപ്പോഴേക്കും തൊട്ടടുത്തിരുന്ന പപ്പുചേട്ടൻ, നമ്മൾ ആ ഫ്രെയിമിൽ ബേസിക്കലി നമുക്ക് ആ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റീസ് കാണുന്നുണ്ടെങ്കിൽ തന്നെയും പപ്പുചേട്ടൻ സൈഡ് ചെയ്യുന്നിട്ട് എന്ന് പറഞ്ഞിട്ട് ഇത് തുപ്പുന്നൊരു സീനുണ്ട്. പക്ഷെ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ആ സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ പല സീനുകളിൽ ഈ മൈന്യൂട്ടായിട്ട് ഓരോ ആക്ടിവിറ്റീസ് കൊടുക്കുക എന്ന് പറഞ്ഞൊരു പ്ലേ ഉണ്ടല്ലോ. ടോട്ടൽ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഈ പ്രിയേഷൻ സാറിന്റെ പടങ്ങളിലൊക്കെ കാണുന്ന ഒരു പ്ലേ, ആ ഒരു പ്രോസസ്സാണ് ഈ പറയുന്നത്. അല്ല, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മുടെ സീൻ എന്താണ്, നമ്മുടെ ഈ സീൻ ഡിമാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് ക്യാരക്ടേഴ്സ്. ഇത് ഒരു ബാച്ചിലേഴ്സ് നൈറ്റിനകത്ത്, ഒരു ഫ്ലാറ്റിനകത്ത് നടക്കുന്ന, അപ്പോൾ അതിനകത്ത് നടക്കുമ്പോൾ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ഒരു ക്ലോസ് സ്പേസിൽ, ഒരു കൺഫൈൻഡ് ആയിട്ടുള്ള സ്പേസിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ, നമ്മളൊരു സാധനം കൊറിയോ ചെയ്യുമ്പോൾ അതിൽ പ്രധാനമായിട്ട് ഒരു മാക്സിമം ഒരു വീട്ടിലാകുമ്പോൾ 4-5 പേര്, അല്ലെങ്കിൽ ഒരു ഹൗസ് പാർട്ടി നടക്കുവാണെങ്കിൽ അങ്ങനെ. അപ്പോൾ നമ്മൾ ഈക്വലി ഈ സ്പേസ് യൂസ് ചെയ്യുക, ഈക്വലി ആൾക്കാരുടെ ഇടയിൽ ഡയലോഗ്സ് സ്പ്ലിറ്റ് ചെയ്യുക, ആ സീൻ എന്താണ് ഡിമാൻഡ് ചെയ്യുന്ന അനുസരിച്ചുള്ള കൊറിയോഗ്രാഫി സെറ്റ് ചെയ്യുക. എല്ലാവരുടെയും അതെന്തായാലും ഒരു മാസ്റ്റർ എടുത്ത് വെക്കുമ്പോൾ എല്ലാവരുടെയും ആക്ടിവിറ്റി, ബാക്കിൽ നിൽക്കുന്ന കള്ളു കുടിക്കുന്ന ആളുടെ ആക്ടിവിറ്റി വരെ ഇമ്പോർട്ടൻ്റ് ആണ് മാസ്റ്റർ ഷോട്ടിൽ വരുമ്പോൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫീഡ് ചെയ്യും. ഇത് ആക്ടേഴ്സ് ആകുമ്പോൾ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല, അവരിത് ചെയ്തോളും. നമ്മളെല്ലാം പറയേണ്ട കാര്യമില്ല. ഇപ്പൊ അജുവേട്ടൻ ഡയലോഗ് ഇല്ലാത്ത സ്ഥലത്തും അജുവേട്ടൻ റിയാക്റ്റീവ്, രമേശേട്ടൻ ഇല്ലാത്ത സ്ഥലത്തും ഇതൊക്കെ ബേസിക്സ് ആണ്. ഓക്കെ, അത് ഈ പ്രേമസാറിന്റെ പടം എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ തമ്മിൽ പടം ചെയ്തുണ്ടാകുന്ന ഒരു സിങ്ക് ഉണ്ട്. ഇവരുടെ അടുത്ത് എല്ലാവരുടെ പോയിട്ട് ഇൻഡിവിജ്വലി ഇത് ചെയ്തോന്ന് പറയേണ്ട കാര്യം പോലും ഇല്ല. അവരെ പെർഫോം ദിംദരിയുടെതും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒറ്റ മാസ്റ്റർ ഷോട്ടിൽ ഇത്രയും ആക്ടേഴ്സ് നിൽക്കുന്നു, പലർക്കും ഡയലോഗ് ഇല്ല, പക്ഷെ അവരെല്ലാവരോടും എല്ലാവരും ഡയറക്ടർ പോയിട്ട് നിന്ന് കളിച്ചോളൂ. ഞാൻ മേഘം എന്ന് പറഞ്ഞ പടത്തിലാന്ന് തോന്നുന്നു, ഇവര് ഊണാണ്, സദ്യ ഊണാണ്. ഒരു 4 ഇല അപ്പുറത്ത് ഹനീഫൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോ ഹനീഫൊക്കെ ഉരുട്ടിയിട്ട് മണത്ത് നോക്കിയിട്ട് തിരിച്ചു വെക്കുക എല്ലാ ഉരുളയും തിന്നുന്നില്ല. വളരെ ശ്രദ്ധിച്ചു നോക്കിയാലേ കാണുള്ളൂ. അപ്പൊ ഞാനിത് പിന്നീട് എനിക്ക് കണ്ടിട്ട് വിചാരിച്ചപ്പം ഞാൻ നോമ്പായിരുന്നു ആ സമയത്ത്. ഉച്ചക്ക് ഷോട്ട് എടുക്കുമ്പോൾ പുള്ളിക്ക് തിന്നാൻ വേണ്ട, പുള്ളി തിന്നുന്നറിയിക്കണം, പക്ഷെ മണത്ത് നോക്കിയിട്ട് വെക്കുക ഫുൾ. ഞാനിത് കുറെ നാൾ കണ്ട് ചിരിച്ചിട്ടുണ്ട് ബാക്കിൽ ചെയ്യുന്നത്. ഈ ബാക്കിൽ കളി ഇവരുടെ അദ്ദേഹം അതിന്റെ ഉസ്താദാ. പട്ടണത്തിൽ സുന്ദരിലൊക്കെ ഒരു സീൻ ഉണ്ട്, എല്ലാത്തിനും റിയാക്ഷൻ ഇടാനും പോകാനും അത് ആർട്ടിസ്റ്റുകൾ മിക്കവരും ചെയ്യും. ധർമ്മേന്ദ്ര മറ്റേ എപ്പിസോഡിൽ അവരുടെ ചില ആക്ടേഴ്സ് അപ്പൊ നമുക്ക് വരുമ്പോ ഇപ്പൊ നമ്മളിപ്പോ സ്ലാപ്സ്റ്റിക് ഒക്കെ ചെയ്യുന്ന ചില സാധനം ഹ്യൂമർ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോ ആദ്യമേ ഷോട്ട് വെച്ച് ഇവിടുന്ന് ഒരു സാധനം ചെയ്ത് വെച്ച് കൊറിയോ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുന്ന അനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എന്തെന്ന് വെച്ചാൽ ഒരു മാസ്റ്റർ പ്ലേ, പ്രത്യേകിച്ച് ഹ്യൂമർ ഒക്കെ വരുമ്പോൾ ഒരു മാസ്റ്റർ അങ്ങ് എടുക്കും, എന്നിട്ട് അവരെ പെർഫോം ചെയ്യിപ്പിക്കും, അവരെ മൂവ് ചെയ്യിപ്പിക്കും, അവരെ ഇഷ്ടത്തിന് വിടുക. പ്രത്യേകിച്ച് ഹ്യൂമർ ചെയ്യുമ്പോൾ എന്നുവെച്ചാൽ ഇഷ്ടത്തിന് വിടുക എന്ന് വെച്ചാൽ എന്തും പറയാൻ പോകുന്നില്ല, അവരെ ആ പ്ലേ മൊത്തം ക്യാപ്ചർ ചെയ്യുക. എന്നിട്ട് അവർ ആ സ്പേസ് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഏതൊക്കെ ഡയലോഗ് വേണോ അത് മാത്രം കട്ട് ഷോട്ട് പോവുക. ഇതൊക്കെ ഓരോ സിനിമയൊക്കെ ഓരോ രീതിയാണല്ലോ. പിന്നെ ഈ സ്ലാപ്സ്റ്റിക് ഒക്കെ ഈ പറഞ്ഞ പോലെ വിചാരിച്ച പോലെ ഒന്നും അല്ലല്ലോ നടക്കുന്നത്. ഇപ്പം നിങ്ങൾ ഓടുന്നു, അവിടെ ഒരു ടേബിളെ തട്ടി വീണു, ടേബിളും ചില്ലും എല്ലാം കൂടെ പൊട്ടിയിട്ട് ഇങ്ങോട്ട് ഓടുന്നു. ഇതൊരു ടേക്കിൽ ഇത് പൊട്ടിയ പോലെ ആയിരിക്കില്ല അടുത്ത ടേക്ക് പൊട്ടുന്നത്. അപ്പൊ ഇവൻ ഇങ്ങോട്ട് ഓടിയവൻ അവിടെ മുഴുവൻ കുപ്പിച്ചില്ലാണ് ചിലപ്പോൾ ഓപ്പോസിറ്റ് ഓടും. ഇത് പലതും പ്ലാസ്റ്റിക് പരിപാടി. ഇപ്പൊ തലേ പൊടി വീഴുന്നു, കണ്ടില്ല, ഇതൊക്കെ കഴിഞ്ഞുള്ള റിയാക്ഷൻ എങ്ങനെയാന്നൊക്കെ പൊടി വീണാലേ ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് നേരത്തെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള പരിപാടികളൊക്കെ അത്തരത്തിൽ ഓൺ ലൊക്കേഷൻ നമ്മൾ ഇംപ്രൂവൈസ് ചെയ്യേണ്ടി വരും. ഓൺ ലൊക്കേഷൻ ആക്ടേഴ്സിനെ നമ്മൾ ചില സാധനങ്ങൾ ഇത് അവരെ ഫ്രീഡം നമ്മൾ ഇത് ചെയ്യണം. അവർ പെർഫോം ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഷോട്ട് വെക്കണം, അവർ പെർഫോം ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ കൊറിയോ, നമ്മൾക്കൊരു ബേസിക് സാധനം ഉണ്ടാവും, പിന്നെ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേണം നമ്മൾ. ആക്ടർ എന്ന നിലയിൽ ബേസിക്കലി ഈ സാധനത്തിന് ഒരുപാട് അഭിനയിക്കാനുള്ള സ്പേസ് നൽകുന്നുണ്ടോ? ഇല്ല, ഇതൊരു ഇത് ഒരു അല്ല, ഞാൻ ചോദിച്ചത് ആ ഒരു മെത്തേഡിനെ ഉദ്ദേശിച്ചു. ഈ സിനിമയിൽ സൗഹൃദമായിട്ടുള്ള പടങ്ങളുള്ളതുകൊണ്ട് അതുണ്ട്. നമ്മളിപ്പം എന്തായാലും ഒരു സാധനം മോശമാണേ മോശം എന്ന് പറയും, ഈഗോ കൊണ്ട് വേണ്ടെന്ന് പറയത്തില്ല. ചിലത് ഒരാൾ എന്തായാലും നീ പറഞ്ഞു ഞാൻ എടുക്കുകയില്ല എന്നുള്ള ബോധ്യത്തിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട്.
ചിലര് നല്ലതാണേലും ചിലപ്പോൾ സമ്മതിക്കാത്തവരുണ്ട്. നമ്മുടെ സെറ്റപ്പില് സത്യത്തിൽ ഒരു തമാശ പോയി പറയാൻ പേടിയാ. അതെങ്ങാൻ ചീഞ്ഞാൽ പിന്നെ അതിന്റെ ഒരു ആഘോഷം അവിടെ നടക്കും. അതുകൊണ്ട് വളരെ ആലോചിച്ച് കണ്ടും പറഞ്ഞിട്ടാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ നർമ്മമൊക്കെ ഉണ്ട് സിനിമയിൽ. അത്യാവശ്യം രസമുള്ള കണ്ടിരിക്കാവുന്ന ഒരു പരിപാടികളാണ്. ടോണി പറഞ്ഞത് ഈ ചിത്രത്തിൽ വന്ന ധ്യാനം നമ്മൾ നേരത്തെ അതിലാണ് പറഞ്ഞത്. ധ്യാനമായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു മെത്തേഡ്, ആ ഒരു പ്രോസസ്, ഇവരുമായിട്ട് വർക്ക് ചെയ്തതിന്റെ ഒരു പ്രോസസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ വേറൊരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു, ചേട്ടാ അപ്പം ഇല്ലായിരുന്നു, നമുക്കൊരു ഇപ്പം ഈ വൈകിട്ട് ഈ ലേറ്റ് നൈറ്റ് നമ്മൾ പോകുന്നുണ്ട്, രാവിലെ വരെയൊക്കെ ഷൂട്ട് പോകുന്നുണ്ട്. അപ്പം ഈ നമ്മൾ 6 മണിക്ക് 5 മണിക്ക് വൈകിട്ട് വന്ന് നിൽക്കുന്നതായിരിക്കും. 2 മണിയാകുമ്പോഴത്തേക്കായിരിക്കും നമ്മൾ ഷോട്ട് വിളിക്കുന്നത്. അപ്പോൾ ആ ഷോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര എനർജി വേണ്ട ഒരു ഷോട്ടായിരിക്കും. എല്ലാവരും, ഞാൻ പൊതുവെ നല്ല ടയർഡായിരുന്നു, ഇങ്ങനെ ഇരിക്കും, ഉറക്കം തൂങ്ങിയിരിക്കുക. 2-3 ടേക്ക് പോയിട്ട് റെഡി ആവുന്നില്ല. പക്ഷെ അപ്പം അവിടെയൊക്കെ കോ ആക്ടർ എന്ന നിലയിൽ കുറേ കാര്യങ്ങൾ ഷെഡ് ചേട്ടൻ എനിക്ക് പഠിക്കാൻ പറ്റി. ആ എനർജി ലെവൽസ് പുള്ളി അവിടുന്ന് നേരെ ഫുൾ അപ്പ് ചെയ്ത് നമ്മൾ ആ ഒരു ഷോട്ട് നല്ല വൃത്തിക്ക് എടുക്കാൻ പറ്റിയ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് ഭയങ്കര വാല്യൂബിൾ ആയിരുന്നു ആസ് എ ബിഗിനർ. അപ്പം താങ്ക്സ് ടു ഷെട്ടി ചേട്ടൻ. അപ്പം ഇതായിരുന്നു എൻ്റെ ഒരു ഈ സിനിമയിൽ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നൊരു എന്താ പറയുക ഒരു ടേക്ക് അവേ. ഇപ്പം മലയാള സിനിമയെ കുറിച്ച് നിങ്ങൾ സംസാരിച്ച വിഷയങ്ങൾ ബേസിക്കലി ഇന്നിപ്പം ചർച്ചാ വിഷയവും കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലും കൂടെയാണല്ലോ നിൽക്കുന്നത്. ഇപ്പം പിഷാരി ചേട്ടൻ്റെ പ്രീമിയം കാറും അജിത് ചേട്ടന്റെ കമന്റും ഒക്കെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അപ്പൊ ബേസിക്കലി താരങ്ങള് പ്രതിഫലം കുറയ്ക്കേണ്ടതുണ്ടോ? കുറച്ചാൽ നല്ലതാണ്, കുറയ്ക്കണം നിർബന്ധിക്കാൻ പറ്റിയല്ല. കുറച്ചാൽ നമുക്കെല്ലാം കിട്ടുമല്ലോ. പ്രീമിയം കാർ ഇപ്പൊ വില കുറയ്ക്കണത് ആഗ്രഹം എനിക്കുണ്ട്, കാരണം എനിക്ക് മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കുറച്ചാൽ നല്ലതാണ്, പക്ഷെ നമുക്ക് അതൊരു നിയമമായി കൊണ്ടുവരാൻ പറ്റില്ല, നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അല്ല, ബേസിക്കലി ഇവർ പറയുന്നൊരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഇപ്പൊ 1-2 പടങ്ങൾ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ഒരു നടൻ വീണ്ടും ആ പേയ്മെന്റ് കുറയ്ക്കുന്നില്ല, അവര് വീണ്ടും കോടികൾ തന്നെയാണ് ആവശ്യപ്പെടുന്നത് എന്ന അർത്ഥത്തിലാണ്. അല്ല ഇവര് ഇതിനകത്തൊക്കെ എത്തിക്സ്, സൗഹൃദം, മര്യാദയൊക്കെ മാറ്റി കഴിഞ്ഞാൽ അവരൊരു ബിസിനസ് ചെയ്യാൻ ഒരു സാധനം, ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിച്ചു, ഒരു റോ മെറ്റീരിയൽ മേടിച്ചു. അത് പിന്നെ എങ്ങനെയാണ് ഇതിന്റെ ഇപ്പൊ ഒരു പടം 100 കോടി അടിച്ചാൽ അത്രയ്ക്ക് കൊടുക്കുന്നുണ്ടോ? ഇപ്പോഴല്ലേ ഇത് ഇങ്ങനെ ഡിസ്കഷൻ വരുന്നത്. കാലാകാലങ്ങളായി സിനിമയിൽ ഒരു നടനോ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്താൽ ആ സിനിമ നഷ്ടമാണെങ്കിൽ പ്രൊഡ്യൂസറിന് നഷ്ടം, കുറെ ഓടി പൈസ ഉണ്ടാക്കിയാൽ പ്രൊഡ്യൂസറിന് ലാഭം. അങ്ങനെ തന്നെയല്ലേ പോകുന്നത്. അപ്പം റിക്വസ്റ്റ് ചെയ്യാം, സിനിമയ്ക്ക് വേണ്ടി നമുക്കൊരു നല്ല കണ്ട ഞങ്ങൾ ബഡ്ജറ്റില്ല ഇത് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ മനുഷ്യരോടും എന്ന പോലെ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. നമുക്ക് ഒരാൾ കുറയ്ക്കണമെന്ന് നിയമം കൊണ്ടുവരാൻ സാധിക്കില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ. അത് നമ്മളെപ്പോഴും വലിയ കാർ പ്രീമിയം മേടിക്കണമെങ്കിൽ അത് അവർ പറയുന്ന പൈസ കൊടുക്കാൻ നിർബന്ധിതരാണ്, അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇപ്പം ജയൻ ചേർത്തലക്കെതിരെയും ഈ വിഷയത്തില് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ സ്റ്റേറ്റ്മെന്റ് നടത്തിയതിലാണ്. അതായത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് 1 കോടി കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റില് അത് കണ്ടിരുന്നു. ഇന്ന് നടന്നേ ഉള്ളൂ. ഇന്നിപ്പോ രാവിലെ തൊട്ട് ഇവിടെ ഇന്റർവ്യൂ വേണ്ടി ജസ്റ്റ് ഒന്ന് വായിച്ചേ ഉള്ളൂ. പക്ഷെ ഇത് കേട്ടെന്നുള്ളത് അറിഞ്ഞു, അപ്പം ബാക്കി വിശദമായിട്ട് അറിഞ്ഞില്ല. എനിക്ക് തോന്നിയത് ജയൻ ചേട്ടൻ പറഞ്ഞ ഈ അക്കൗണ്ട്സ് പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് കണക്ക് ഇത്ര കോടി ഇത്ര, അതിലെന്തോ മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടാണെന്നാണ് എന്റെ അറിവ്. മലയാള സിനിമയിൽ നിങ്ങൾ ബേസിക്കലി ഇനിയൊരു ജൂണിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകത്തില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്, ശുഭാപ്തി വിശ്വാസം. അങ്ങനെ പ്രതീക്ഷ തന്നെയാണ്. കോവിഡ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യപ്പെടും. ഒന്ന് റിവൈവ് ചെയ്ത് ഒരു റീബേർത്ത് സംഭവിക്കല്ലേ ഫുൾ ഹ്യൂമാനിറ്റിക്ക്. കോവിഡ് ഒക്കെ കഴിഞ്ഞ് അന്ന് നമ്മൾ തിയേറ്റേഴ്സിൽ സിനിമ ഇല്ലാന്ന് നമ്മള് ഒരു ഭയങ്കര സങ്കടം, എല്ലാരും പടങ്ങളില്ല. ചേട്ടനൊന്നും പറയുന്നില്ലല്ലോ, ഭയങ്കരമായിട്ട് സേഫ് സോണിൽ ഇരുന്നിട്ട് കളിക്കാനുള്ള. ഞാൻ പറയേണ്ടത് 1-2 സ്ഥലത്ത് പറഞ്ഞല്ലോ. അല്ല, ഇതിപ്പോ നീ ആദ്യം ചോദിച്ചപ്പോ പറഞ്ഞു 2-3 പടമൊക്കെ പരാജയപ്പെട്ടിരിക്കുന്ന ഒരാളെ അടുത്ത് പോയിട്ട് പൈസ കുറക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പരാജയപ്പെട്ട ആളത്ത് പിന്നെ അയാളെ തേടി എന്തിനാ പോന്നേ? പരാജയപ്പെട്ടിരിക്കല്ലേ, നീ പരാജയപ്പെട്ടിരിക്കുന്നു, നിനക്ക് ഇതാണ് വില. അപ്പൊ എന്തോ ഉണ്ട് അവിടെ. അത് അവനറിയാം, അവൻ പൊട്ടനല്ലല്ലോ. പൊട്ടനല്ലല്ലോ. ഈ പോകുന്ന ആൾക്കാർ എന്തിനാണ് 2-3 പടം അടുപ്പിച്ച് പരാജയപ്പെട്ട ആൾക്കാർ പൈസ കുറക്കുന്നില്ല? ഓൾറെഡി പരാജയപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, അയാളെടുത്ത് നീ വീണ്ടും പോയിട്ട് ഞങ്ങൾ പടം തരാം പക്ഷെ പൈസ കുറക്കണം കേട്ടോ പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? അയാളെ വേണ്ടെന്ന് വെക്കാം അല്ലേ, അയാളെ കാസ്റ്റ് ചെയ്യണ്ട എന്ന് വെച്ചിട്ട് അയാളുടെ വാല്യൂ ഇതാണെന്ന്. ഒപ്പം
അയാൾക്ക് പറഞ്ഞ പൈസ കൊടുക്കാൻ വേറെ ആൾ ഉണ്ട് താനും. അതാണ് അവിടെ ഇത് രണ്ടും പ്രശ്നമാണ്. അല്ലെങ്കിൽ അയാൾക്ക് അത് അതേ സംഘടനയിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട്, ഉണ്ട്. അതെ. പിന്നെ ഈ ആക്ടേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ കുറച്ചാ നല്ലതായിരിക്കും. ഫ്ലെക്സിബിൾ ആയിട്ട് വെക്കുക എന്നുള്ളതാണ്. കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റയടി കുറയ്ക്കുക എന്നല്ല. ആ സിനിമ പക്ഷെ ഇപ്പൊ രജനീകാന്തൊക്കെ സത്യം പറഞ്ഞ ഒരു 200 കോടിയുടെ ഒരു ചിത്രം ചെയ്ത് വേറെ ഇൻഡസ്ട്രീനെ പറ്റി വിട്ടേക്കും. അല്ല ഞാൻ പറഞ്ഞ ആ പ്രൊഡ്യൂസറിന്റെ രണ്ടാമത്തെ രണ്ട് പടങ്ങളിലൊക്കെ പറ്റില്ല. ആ ഇൻഡസ്ട്രി വലിയ സ്കെയിലുള്ള വലിയ സിനിമ. അല്ല ഞാൻ അനുയോജിച്ചല്ല, ഞാൻ ഇത് ചെറിയ ഇൻഡസ്ട്രിയാ, ചെറിയ ഇൻഡസ്ട്രിയാ. നമ്മുടെ ഇടയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് ആക്ച്വലി. അതൊക്കെ വലിയ ഇൻഡസ്ട്രിയാണ്, വലിയ റിലീസുള്ള ശരിക്കും പാൻ ഇന്ത്യനാണ്. നമ്മുടെ ഇവിടുത്തെ പാൻ ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ അറിയാലോ. പക്ഷേ ഇവനും എനിക്കും നിനക്കും കൂടെ ഇരുന്ന് രജനീകാന്തിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ്. അതെന്നും കിട്ടുമെന്ന് അവിടുന്ന് വേണം തെറി കെട്ടിപ്പോഴും ചെന്നൈ പോകുന്നു. കിട്ടുമ്പോൾ അതിനെപ്പറ്റി കിട്ടും. ഇപ്പൊ പോയി എനിക്കാരില്ല, അല്ലെങ്കിൽ സംഭവം അറിയാമോ? രജനീകാന്തിനെ കുറിച്ച് പിഷാരടി നാളെ വാർത്ത. ഇത് തപ്പി രജനീകാന്ത് അറിയും. അവിടെ പോയിട്ട് കുറച്ച് കഴിയുമ്പോ ഒരു ഫോട്ടോ ഉണ്ട്, ഡയറക്റ്റ് ചെയ്യുന്നു. നിനക്ക് ആ അവസരം നഷ്ടപ്പെട്ട് പറഞ്ഞത് എനിക്കിത് കിട്ടണം. സംഭവം അറിയാമോ? ഈ എന്റെ അച്ഛന്റെ കൂട്ടുകാരനാണ് രജനി സാർ, അങ്കിൾ, രജനി അങ്കിൾ. നിങ്ങൾ തമ്മിൽ അങ്ങനെ അത് ബന്ധമുണ്ട്. ശ്രീനേട്ടന്റെ സീനിയറാണ്. ശ്രീനേട്ടന്റെ സീനിയറാണ്. സീനിയറല്ല ആക്ടിംഗ് സ്കൂളില്. ഇവര് തമ്മിൽ നല്ല ബന്ധമുണ്ട്. അപ്പൊ എനിക്ക് അച്ഛന്റെ സുഹൃത്ത് എനിക്ക് അങ്കിളാണ്. ഞാൻ അങ്കിളിനെ പറ്റി ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാനും പറയില്ല, എന്റെ ഫ്രണ്ടിന്റെ അങ്കിളാണ്. നിന്റെ അങ്കിളല്ലേ? അപ്പൊ എന്റെ ഫ്രണ്ടിന്റെ അങ്കിളല്ലേ? ഓ രജനീകാന്ത്. പക്ഷേ അദ്ദേഹം ഓംലെറ്റ് കഴിച്ചിട്ട് പൈസ കൊടുക്കാൻ പറ്റാണ്ട് തമ്പാനൂർ നിൽക്കുമ്പോ കൊടുത്തത് ഞാനാ. എങ്ങനെയെങ്കിലും രജനീകാന്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇവിടുത്തെ മറ്റേത് പോകും. ഇപ്പൊ ഈ ബേസിലെ എന്താണ് ഷെയ്ക്ക് ആൻഡ് യൂണിസ് ഇപ്പൊ ഭയങ്കരമായിട്ട് വൈറലായിട്ട് നിൽക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ റീല് കണ്ടിരുന്നു. നീ ബേസിക്കലി ഇല്ലാണ്ട് ചോദ്യം ചോദിച്ചത് ഏതാ? നീ ബേസിക്കലി ഇല്ലാണ്ട് ചോദ്യം ചോദിച്ചു ബേസിൽ നിന്ന് തുടങ്ങിയ രണ്ടുപേരും മറ്റേ ആവർത്തന. അപ്പൊ ബേസിലെ ഷെയ്ക്ക് ആൻഡ് യൂണിസിന് ഭയങ്കരമായിട്ട് എന്താണ് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ടിരുന്നു. ധ്യാൻ ഒരു സ്റ്റേജ് ചെയ്യുന്നിട്ട് കറക്റ്റ് ആയിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും, റിസ്ക് എടുക്കുന്നു. അപ്പൊ പെട്ടെന്ന് ഓഡിയൻസിന്റെ ഇടയിൽ ബേസിലും നമ്മുടെ ടോവിനും ഇരുന്നിട്ട് ഇത് കണ്ടോണ്ടിരിക്കും. അവൻ വീണില്ല എന്ന് പറയുന്ന ഒരു സീൻ അത് കണ്ടിരുന്നോ? ഇല്ല, അതല്ല ഷെയ്ക്ക് ആൻഡ് യൂണിസ് കണ്ടിരുന്നു. ഷെയ്ക്ക് ഹാൻഡ് ഓഡിയൻസ് കണ്ടിട്ടുണ്ട്. ഇത് കണ്ടു, ഇപ്പൊ പറഞ്ഞ കണ്ടില്ല. അത്രേ ഉള്ളൂ. അത് ചിലപ്പോ അവര് രണ്ടും ഇരിക്കുന്ന വീഡിയോ എഡിറ്റ് ചെയ്ത് കയറ്റിയതായിരിക്കും. ഇവൻ കോമൺ ഫംഗ്ഷൻ എന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ നീ തേടി പിടിച്ച് കൈ കൊടുത്തല്ലേ എല്ലാവർക്കും? ഇല്ല, കൊടുത്തില്ല. ആ പിള്ളേര് വന്ന് കൈ തന്നു, അപ്പൊ ഞാൻ കൈ കൊടുത്തു. അതല്ലേ മറ്റേ പ്രോപ്പർ ആയിട്ട് ഇങ്ങനെ കൈ കൊടുക്കുന്നത് കണ്ടിട്ട് അവര് തരുമ്പോഴല്ലേ നമ്മൾ കൊടുക്കണ്ടു. ഇത് തരാത്ത സമയത്ത് അറിയാണ്ട് നീട്ടിപ്പോവും. പോക്കറ്റിൽ കൈയിട്ട് എടുക്കരുത്. ഞാനൊക്കെ ഇടയായിട്ട് ഇങ്ങനെ നമുക്ക് ഈ റിഫ്ലക്സ് വരും. ചിലരെ കാണുമ്പോ ഇത് വേണ്ടെന്ന് വെച്ചിട്ടാ. ബബ്ബയില് ധ്യാനുണ്ടല്ലോ. അപ്പം അത് ദിലീപേട്ടന്റെ വളരെ പ്രതീക്ഷയുള്ള ഒരു ചിത്രമായിട്ടാണ്. ദിലീപേട്ടന്റെ തിരിച്ചുവരവായിരിക്കും ബോക്സ് ഓഫീസ്. രണ്ട് ഉണ്ട്, പ്രിൻസിലും ഉണ്ട്. പ്രിൻസ്. അപ്പം അത് പ്രതീക്ഷയുള്ള ഒരു ചിത്രമായിട്ടാണ് പ്രേക്ഷകർ കാണുന്നത്. ബബ്ബ ആ പ്രേക്ഷകർ കാണട്ടെ, അങ്ങനെ തന്നെയല്ലേ വേണ്ടേ? പ്രതീക്ഷയുള്ള ചിത്രം അല്ലേ? അവൻ അങ്ങനെ തന്നെ ചോദിച്ചേ. അതെ പോസിറ്റീവ്. അത് ഷൂട്ട് കിടക്കുന്നല്ലേ ഉള്ളൂ. നമ്മൾ ഇനിയിപ്പോ അതിന്റെ നെക്സ്റ്റ് സ്റ്റേജിലൊക്കെ വരുമ്പോ അപ്ഡേറ്റ്സ് വരുമായിരിക്കും. ഇപ്പൊ ഓൺഗോയിങ് ആണ് ഷൂട്ട്. പ്രിൻസ് എനിക്കൊന്ന് റിലീസ് ഉണ്ട് ഏപ്രിലില്. പ്രിൻസ് റിലീസ് നല്ല ടീച്ചർ ആയിരുന്നു. അതെ നല്ലതായിരുന്നു ടീച്ചർ. അല്ല, ദിലീപേട്ടനൊക്കെ തിരിച്ചു വരവൻ്റെ അങ്ങനെ ഒരു എവിടെയും പോയിട്ടില്ല ദിലീപേട്ടനൊന്നും. നമ്മളിപ്പം ഇത് രണ്ട് ബാക്ക് ടു ബാക്ക് രണ്ട് നല്ല സിനിമകളാണെന്ന് തോന്നുന്നു. എല്ലാം ഇപ്പൊ നമ്മൾ ടു ഏർലി ടു സേ അല്ലേ, നന്നായി വരേണ്ട സാധ്യതയുള്ള സിനിമകളാണ് ഡെഫിനറ്റ്ലി. അപ്പൊ ആപ് കൈസേ ഹോ എന്തുകൊണ്ട് പ്രേക്ഷകർ കാണുന്നു? കുറച്ച് അത്യാവശ്യം നല്ല എൻ്റെ ഒഴിച്ച്, കാരണം ബാക്കി നല്ല ആർട്ടിസ്റ്റ് പെർഫോമൻസ്, ഇഷ്ടമുള്ള കുറേ ആക്ടേഴ്സ്, ഇവരുടെയൊക്കെ കൂടെയുള്ള ഒരു ഗുഡ് ഫൺ അതുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ചെറിയ സിനിമ, വൺ നൈറ്റ് സ്റ്റോറി, പക്ഷേ ഇറ്റ്സ് ഗുഡ് ഫൺ. ഇപ്പൊ ഡയറക്ടർ പ്രോജക്റ്റ് ഡയറക്ട് ചെയ്യുന്ന പ്രോജക്ട്സ് ഒക്കെ ഇനി ഈ ഞാൻ ഏപ്രിൽ വരെ ഉള്ളൂ കമ്മിറ്റ്മെന്റ്സ്. സിനിമ അവസാനിപ്പിക്കാന്നല്ല, ഡയറക്ഷൻ അല്ല, അഭിനയം ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഡയറക്ഷൻ. അങ്ങനെ ആഗ്രഹം നിങ്ങളുടെ പ്രൊഡക്ഷനിൽ തന്നെയാണ് ആയിരിക്കും.
അല്ല, ഞാൻ വേറെ പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങാം ഒറ്റക്ക്. യെസ്. അതവന് ഇഷ്ടമായില്ല. അതവന് ഇഷ്ടമായില്ല. അല്ല എല്ലാം കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു കൂട്ടായ അതിൽ നമ്മളൊക്കെ അഭിനയിക്കുന്നുണ്ട്, പേടിക്കണ്ട. അതിലൊക്കെ ഉണ്ട്. ഈ പണ്ട് കുറെ നാളുകൾക്ക് മുമ്പ് പലരോടും കാക്കനാടൊക്കെ സ്ഥലം മേടിക്കാൻ പറഞ്ഞപ്പം അവരൊന്നും മേടിച്ചു. ഇൻഫോ പാർക്ക് അവിടെ വരുന്നതിന് മുമ്പാണ് അന്ന് അവർ മേടിച്ചു. പിന്നീട് അവർ വലുതായിട്ട് ദുഃഖിച്ചു, അന്ന് ഈ ചെറിയ വിലയ്ക്ക് സ്ഥലം മേടിച്ചിരുന്നു. അതേപോലെ എന്റെ ഒരു ഡിസംബറിൽ ഒരു 10-30 ദിവസത്തെ ഡേറ്റ് നീ ഇപ്പൊ വേണേ ചെറിയ വിലയ്ക്ക് മേടിച്ചിട്ടു. അന്ന് നിനക്ക് അതിന്റെ മൂല്യം, നീ പടം നിന്റെ പ്രൊഡക്ഷൻ കമ്പനിക്ക് അത് എന്നും അസറ്റ് ആയിരിക്കും. ഒരു 30 ദിവസം ഡിസംബർ ഇപ്പൊ ഉള്ള വിലയ്ക്ക് മേടിച്ചിട്ടു മറിച്ചടിക്കുക. ആ സമയത്ത് എന്റെ എങ്ങോട്ടാ പോണേന്ന് കൊടുക്കാം, എന്ത് വേണേ ചെയ്യാം. ശരിക്കാതെ മേടിച്ചിരിക്കുന്നു. ഡേറ്റ് മേടിക്കുക. ഇതെങ്ങനെയാ പൈസ ഇപ്പൊ തരണോ, ഡേറ്റ് മേടിക്കാന്ന് വെച്ചാൽ എങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചാൽ മതിയോ? എന്തെങ്കിലും തന്നു ബ്ലോക്ക് ചെയ്ത് ഒരു വെറ്റിലെ അടക്കി എടുക്കും. ആവശ്യമേ ഉള്ളൂ. ഈ മാസത്തെ കാര്യം ആദ്യം നടക്കട്ടെ, എന്നിട്ടല്ലേ ബാക്കി. അപ്പൊ ഒരുപാട് അടിപൊളി ക്യാരക്ടറിനായി കാത്തിരിക്കുന്നു. അടിപൊളിയാക്കും നമ്മള്. താങ്ക് യു.